വിവിധ മേഖലകളിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിച്ച് രണ്ടാം പിണറായി സർക്കാരിന്റെ ബജറ്റ്. വ്യവസായ, ഉന്നത വിദ്യാഭ്യാസ, ടൂറിസം, കായിക മേഖലകളിൽ വലിയ സ്വകാര്യ നിക്ഷേപമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുമെന്ന പ്രഖ്യാപനവും ധനമന്ത്രി നിയമസഭയിൽ നടത്തി. CPM എറണാകുളം സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച നവകേരള വികസന രേഖയിലൂന്നിയുള്ള പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ കണ്ടത്. ഇതുവരെയുള്ള ഇടത് സർക്കാരുകളുടെ നയത്തിന് വിരുദ്ധമായ പ്രഖ്യാപനങ്ങൾ KN ബാലഗോപാൽ നടത്തി. വിവിധ മേഖലകളിൽ സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രഖ്യാപനങ്ങളാണ് കണ്ടത്. കൂടുതൽ സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അനുമതി നൽകും. വരും വർഷം 25ഓളം പുതിയ സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അനുമതി നൽകാൻ കഴിയും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി കേരളത്തെ മാറ്റും. ഇതിനായി സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കും. ലോകോത്തര നിലവാരമുള്ള സ്ഥാപനങ്ങൾ സംസ്ഥാനത്ത് സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഘടനയിൽ വേണ്ടുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെ സമഗ്രമായ നയപരിപാടികൾ ഈ വർഷം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നു. അക്കാദമിക് വിദഗ്ധരുടെ ഒരു ടാസ്ക് ഫോഴ്സ് ഇതിനായി രൂപീകരിക്കും. ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് സ്വകാര്യ നിക്ഷേപം അനിവാര്യമാണെന്ന നിലപാട് ബജറ്റിൽ ധനകാര്യമന്ത്രി സ്വീകരിക്കുന്നുണ്ട്. സർ, കേരളത്തിന്റെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളാക്കി വികസിക്കാൻ കഴിയുന്ന നിരവധി കേന്ദ്രങ്ങളുണ്ട്. വനം, ടൂറിസം, സാംസ്കാരിക വകുപ്പുകളുടെ ഏകോപിതമായ പ്രവർത്തനത്തോടെ ഇവയെ മികച്ച ടൂറിസം കേന്ദ്രങ്ങളാക്കാനായിട്ട് ഉള്ള പരിപാടി നടക്കുകയാണ്. സ്വകാര്യ പങ്കാളിത്തത്തോടെ ഇത്തരം പ്രാദേശിക ടൂറിസം കേന്ദ്രങ്ങൾ വികസിപ്പിക്കാനുള്ള ഒരു നയം സ്വീകരിച്ച് അതിന് മുൻകൈ എടുക്കുന്നതാണ് സർക്കാർ. പ്രായമായവരെ നോക്കാൻ വേണ്ടി സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ കെയർ സെന്റർ പദ്ധതി നടപ്പാക്കും. വിദഗ്ധരായ ആരോഗ്യ പ്രവർത്തകരും നഴ്സുമാരും ഏറ്റവും അധികമുള്ള നാടാണ് കേരളം. സമാധാനപൂർണ്ണവും പ്രകൃതിസുന്ദരവുമായ നല്ല കാലാവസ്ഥയുള്ള ഏറെ പ്രദേശങ്ങൾ കേരളത്തിലുണ്ട്. ഇവിടങ്ങളിൽ കെയർ സെന്ററുകൾ സ്ഥാപിച്ച് ആരോഗ്യ പരിചരണവും സംരക്ഷണവും നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ അന്തർദേശീയ നിലവാരത്തിൽ വികസിപ്പിക്കാൻ കഴിയുന്ന ഈ സംരംഭം സംസ്ഥാനത്തിന്റെ സവിശേഷമായ ഒരു പദ്ധതിയായി മാറും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സഹായം നൽകാൻ താല്പര്യമുള്ളവരെ പ്രോത്സാഹിപ്പിക്കും. ഇതിനായി ഓൺലൈൻ സംവിധാനം ഒരുക്കും. കായിക മേഖലയിലെ സ്വകാര്യ നിക്ഷേപം വഴി 10,000-ൽ പരം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. മീഡിയ 1 തിരുവനന്തപുരം.